നേരത്തെ ഒരു വാർത്ത പ്രേക്ഷകർ ഓർമ്മയുണ്ടല്ലോ, ഈ ആനയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരത്തിന് ചെറിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു സർക്കുലർ വന്നിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണെങ്കിലും വനം വകുപ്പ് പുറത്തിറക്കിയ നാട്ടാന സർക്കുലർ പ്രകാരം ആനയുടെ പരിധിയിൽ 50 മീറ്റർ ചുറ്റളവിൽ ആൾക്കാരുണ്ടാവാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ആ സർക്കുലർ അതേപടി നിലനിർത്തുകയാണെങ്കിൽ ആനയെ വിട്ടുതരില്ല എന്നതടക്കം ആനയുടമകൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം, ഈ ആരോഗ്യ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം വേണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒരു തിരുത്തൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോട്, ആ സർക്കുലറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്? ആശങ്ക ഒഴിയുകയാണോ തൃശ്ശൂർ പൂരത്തിന്റെ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ. പ്രധാനമായും ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശ്നമാണ്. തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിലാകും, ആനകളെ വിട്ടു നൽകില്ല എന്ന് ആനയുടമകൾ അറിയിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ വിവാദമായ സർക്കുലർ തിരുത്താൻ വനംവകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് വനമന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ തിരുത്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ സർക്കുലറാണ്. വിവാദമായ നിർദ്ദേശം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമായും ആനയുടെ 50 മീറ്റർ ചുറ്റളവിൽ വലിയ ജനക്കൂട്ടവും ഒപ്പം താളമേളങ്ങളും ഒന്നും പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പടക്കങ്ങൾ പൊട്ടിക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ താളമേളങ്ങളൊക്കെ 50 മീറ്ററിനുള്ളിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് തൃശ്ശൂർ പൂരത്തിന് വെല്ലുവിളിയാകുമെന്നതാണ് പൂരം ഭാരവാഹികൾ അടക്കം അറിയിച്ചിരുന്നത്. എന്നാൽ ആ നിർദ്ദേശം പരിഷ്കരിച്ചിട്ടുണ്ട്. ആനകൾക്ക് അസ്വസ്ഥതയുണ്ടാകാത്ത തരത്തിൽ സുരക്ഷിതമായ അകലത്തിൽ ക്രമീകരിച്ചാൽ മതി എന്ന പുതിയ നിർദ്ദേശമാണിപ്പോൾ പുതിയ സർക്കുലറിൽ തിരുത്തി വന്നിട്ടുള്ളത്. മറ്റൊരു നിർദ്ദേശം ഇവർ പറഞ്ഞിരുന്നത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടാണ്. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ സർക്കുലറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണത്, അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് വനംവകുപ്പിൻ്റെ നിലപാട്. 50 മീറ്റർ എന്ന നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ വനമന്ത്രി തന്നെ അത് തിരുത്തുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ തിരുത്തിയിട്ടുണ്ട്. ഇന്ന് വനം വകുപ്പ് ഇത് ഹൈക്കോടതിയിൽ ഈ പുതിയ സർക്കുലർ, തിരുത്തിയ സർക്കുലർ സമർപ്പിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്. ആദിൽ പാലോട് പറയുന്നതനുസരിച്ച് സർക്കുലറിൽ മാറ്റങ്ങൾ ഉണ്ടായി ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് ചെറിയ കാർമേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാർമേഘമൊക്കെ ഒഴിയുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത്